السلام عليكم ورحمة الله وبركاته. وعليكم السلام. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واتل عليهم ابن آدم بالحق إذ قربا قربانا فتقبل من أحدهما ولم يتقبل من الآخر. صدق الله العلي العظيم. വിശുദ്ധ സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഈ മജ്‌ലിസിൽ വന്നു ചേരുന്നതും എന്തെങ്കിലും അല്ലാഹുവിന്റെ ആയാത്തുകൾ വചനത്തെ കേൾക്കുന്നതും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകിയതിൽ അല്ലാഹുക്ക് സർവസ്തുതി. നിങ്ങളെ എതിരിൽ ഉണ്ട് ഗൈബിലെ വിഷയം ഞാൻ എത്തിയിട്ടില്ല. ഗൈബ് അദൃശ്യജ്ഞാനത്തെ വകയിൽ അത് ഈമാന സംബന്ധപ്പെട്ട ഒരു വിഷയം. അന്ന് ഒരു ചെറിയ കാര്യം എന്നാണ് തീർച്ചയായും ഇൻഷാ അല്ലാഹ്. അത് സുദീർഘമായ പല സംഭവങ്ങൾ അതിന് പേരുകളും ഉണ്ട്. പ്രപഞ്ച തുടങ്ങിയത് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ആലമുൽ അർവാഹ്, പിന്നെ ഇത് ആലമുൽ അജിസാദ്, തഹരീക്കുള്ള ജസദ് ചുമയിലെ അണക്ക മൂവ്മെന്റ്, അതുള്ള അജിസാദ്, ആലമുൽ അജിസാദ്. ആലമുൽ അർവാഹ് റൂഹ് മാത്രമല്ല, അത് പിന്നെ പഞ്ചര സൃഷ്ടിക്കുള്ള കൽപ്പന പിന്നെ വേണ്ട. അത് ആലമുൽ അർവാഹ്, അവിടെ ആലമുൽ അർവാഹ്. ഇത് ആലമുൽ അജിസാദ്. ആലമുൽ അജിസാദിൽ അവരുടെ അമ്പ്യാക്കന്മാർ മനുഷ്യർക്കുള്ള ആക്കണോ എന്ത് ആക്കണ്ട, ഏത് ശനിയും നല്ല ഏത് ശനിയും പിഴക്ക് എന്നുള്ളതെല്ലാം വേണ്ട ആലമുൽ അജിസാദ്. അത് തുടക്കമല്ല അവിടെ ആലമുൽ പിന്നെ അർവാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അൻആമിലും അലാ നഫ്സിഹി കതബല്ലാഹു അലാ നഫ്സിഹി റഹ്മ, മനുഷ്യർ സൃഷ്ടിച്ച് മനുഷ്യരെ ആ ബദൻ, തൻ്റെ തടിയും തൻ്റെ റൂഹും ജണ്ടും ഉണ്ടാക്കി ലോകത്തെ എല്ലാം ഓർക്കൊടുക്കും, നന്മ ചെയ്യണം പഠിച്ച മനുഷ്യ അള്ളാഹു ഒന്നാക്കിയ റഹ്മത്ത്. കതബല നഫ്സിഹി റഹ്മ, റഹ്മത്തിൽ എഴുതുക. അത് പ്രകൃതി, നേച്ചർ. നമുക്ക് എങ്ങനെ പൈക്കുമ്പോൾ ഇന്നും തിന്നണോ, ദാഹിക്കുമ്പോൾ കുടിക്കണോ, അത് ബാക്കിയുള്ള ഷഹവാത്തുകൾ അത്യാവശ്യമായ ഇസ്ലാമികമായ അതിൽ നിങ്ങൾ ആഗ്രഹിക്കുക. അതേ ജാതി അല്ലാഹു സുബ്ഹാനഹു റഹ്മത്തിൽ എഴുതുക. കൃപ, ദയാളു, സിമ്പത്തി ഉണ്ടാവുക, സഹാനുഭൂതി. ഇത് മനുഷ്യർക്ക് കൊടുത്തു. അത് ഓട്ടോമാറ്റിക് മനുഷ്യനുണ്ട്. അത് പ്രസവിച്ച് വരുന്നവേ ആ പ്രക്രിയയിൽ വേണ്ട. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര അബവാനിഹി യുഹവ്വിദാനി വയുനസ്സിറാനി വയുമജ്ജിസാനി. കുല്ലു മൗലൂദിൻ, എല്ലാ ശിശുക്കളും, എല്ലാ കുഞ്ഞി മൗലൂദിന് കിടാവും. യൂലദു അൽ ഫിത്ര, നേച്ചർക്ക് സിദ്ധത്തെ ഉണ്ടായിട്ടേ അത് ലോകത്ത് വേണ്ട. നേച്ചർക്ക് വിരുദ്ധമായിട്ട് വേണ്ടില്ല. നേച്ചറിൽ അടുത്ത നേച്ചർ ഒരു അള്ളാഹുവിന്റെ പകൽ അറിയണം, അതിനെ സ്വീകരിക്കണം. കുല്ലു മൗലൂദിൻ യൂലദു അൽ ഫിത്ര അബവ, അവന്റെ അബ്ബ ഉമ്മ യുഹവ്വിദാനി, ചിലപ്പോൾ അവന്റെ യഹൂദി മത ആക്കിയിരിക്കും. പെത്തവല മത, പെത്തവല ആദർശ, പൊറപ്പിച്ചവന്റെ ആദർശ ഏതോ അതിലേക്ക് മക്കൾ
വയുനസ്സിനാനി അല്ല അവൻ ക്രിസ്തു മത ആചരിക്കുകയാണ്. അതുകൊണ്ട് ഉമ്മ അതും അപ്പ അതുകൊണ്ട് യേശു ആരാധിക്കുന്ന ആളാണ്. ഇങ്ങനെ പറയും. ഒരു ഇസ്ലാമിയത്തിൽ ഉള്ള പെണ്ണുങ്ങളെ മോണാകുമ്പോൾ ഷഹാദ് പഠിക്കപ്പെടും. ഇത് പ്രകൃതി പോലെ ഭരണം. അത് വിരുദ്ധയിട്ട് ಅವರು യഹൂദിയത്ത്, നസ്രാനിയത്ത്, മജൂസിയത്ത് ലോകത്തിൽ ഉണ്ടായിരുന്നു. സ്വന്തം വേണ്ടപ്പോൾ കതബല നഫ്സി റഹ്മ, റഹ്മത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതിയ ഇവിടെ അള്ളാഹു ആദ്യം ഒരു ചരിത്രത്തെ കാട്ടും. ഖുർആൻ ശരീഫ് സൂറത്ത് മാഇദയിൽ അത് 46-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കാട്ടുക. അതിൽ ഒത്തുലു അലൈഹിം നബ ഇബ്നൈ ആദം, ആദമിലെ രണ്ട് മക്കളുടെ ചരിത്രത്തെ എനിക്ക് നിങ്ങൾ ചൊന്നു കൊടുക്കണം. ആർക്ക്? നബിയെ മുഖാത്തബത്ത് നബിയെ അഭിസംബോധന കേൾക്കുന്ന ഒത്തുലു അലൈഹി നബ ഇബ്നൈ ആദം, ആദമിന് രണ്ട് പുത്രന്മാർ. ഇബ്നൈ ആദം, ആദമിന് രണ്ട് മക്കളെ ചരിത്രത്തെ വിഷയമുണ്ട്. ഒരു കത്ത് നടന്ന വിഷയം മാത്രമല്ല, ഇതിൽ കുറെ പാഠം ഉൾക്കൊള്ളേണ്ട കുറെ വിഷയം. ഞാനിപ്പോൾ ഹാബീബ് കാബീബ് കൊന്നപോലെ താണിട്ട് പറയുന്നത് അതല്ല അല്ല ഇസ്ലാം ഉദ്ദേശിക്കുക. അതല്ല ഇസ്ലാം മുഹക്കമായി ഈ ഖുർആൻ ഷരീഫിലും ഒരു മിസാൽ ചൊല്ലും, ഉദാഹരണമല്ല ചെല്ലുക. അതിൽ കൂടിയും പാടുണ്ട്, ഇബ്രത്തുണ്ട്. മനസ്സ് തറച്ചിട്ടുള്ള സ്വർഗീയ നരകീയ കാര്യത്തെ മനസ്സിലാക്കി ജീവനത്തെ നന്നാക്കി പോകേണ്ട ചില കാര്യങ്ങളും. ഇത് മിസാലല്ല, നേരക്ക് നേരെ അള്ളാഹു ചെന്ന ഒരു സംഭവം നടന്നത്. എന്ത് കഥ അള്ളാഹു ചെന്ന സമാജത്തിൽ വലിയ ഗുൽമ നടക്കുന്ന ചരിത്രമുള്ള പേപ്പർ വായിച്ച ഇപ്പൊ സുഡാൻ, അതുപോലെ ഞാൻ കഴിഞ്ഞുപോയ താൽക്കാലിക നാമക്കെ വാസ്തെ കഥന വിരാമായിട്ട് ഉള്ള ഗസ അല്ലെങ്കിൽ ഫലസ്തീൻ നാം കേട്ട ആയിരക്കണക്കിൽ മക്കളെ കൊന്നില്ല. റഹ്മത്തിലെ ഊരി വെച്ച് ഒരു നടക്ക് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വതുലു അലൈഹിം നബ ഇബ്നൈ ആദമ, ആദമിലെ രണ്ട് മക്കളെ വിശുദ്ധ നിങ്ങൾ നമുക്ക് ചോദിക്കും. ഈ കുട്ടികളുടെ മദീനത്തിൽ ആദം നബിയപ്പ എത്രമോ 1000 വർഷത്തിന് മുന്നിൽ വന്ന് ഒരു നബിയുടെ ചരിത്രത്തെ അള്ളാഹു വഹിയിൽ കൂടി അയച്ചു. പിന്നെ ചില ബിൽ ഹഖ്, അതിലെ വാസ്തവികത്തെയും ചൊല്ലുന്നു, സത്യവും ചൊല്ലും. സത്യം നബി എപ്പോൾ സത്യം ചൊല്ലുന്നത്, അതൊരു ഹിക്മത്തുണ്ട്. ആ ഹിക്മത്തും ബിൽ ഹഖ്. ഇത് ഖറബ ഖുർബാനൻ ഫതുഖബ്ബില മിൻ അഹദിഹിമാ വലം യുതഖബ്ബൽ മിൻ ആഖർ. രണ്ട് മക്കൾ കുർബാൻ വെച്ച്, അത് ക്രിസ്ത്യന്മാർക്ക് വേഗം അർത്ഥം പോലത്തെ കുർബാൻ, ത്യാഗ ചെയ്യേണ്ട ചില കാര്യം. അവത്തിന്തോ നയിച്ചു വന്ന പൈസത്തെ അള്ളാഹിന് കൊടുക്കൽ കുർബാൻ. അള്ളാഹ്ക്ക് വേണ്ടി, അള്ളാഹ് ദീനിന് വേണ്ടി നടന്ന് കാൽ വച്ച് മുള്ളു തളിച്ച് മുന്നോട്ട് പോകൽ കുർബാൻ. ഇതുപോലെ രണ്ട് കുർബാൻ ജണ്ടാലാക്കി കുർബാൻ ಜಂಡ ಉತ್ತಿರೋ ದೊಂಬ ಆಡುವಂತು ಗುಡ್ಡಲ್ಲಿ ಬೆಕ್ಕಲ್ಲಂಡು ഏതൊക്കെ മലക്ക് വന്ന് ടൈങ്ങി അടിച്ചിട്ട് അതിലെ ഇല്ലാണ്ടാക്കില്ല, അത് അള്ളാഹ് സ്വീകരിച്ചാണ്ടും ഏത് അങ്ങനെ ഗുഡ്ര അത് അള്ളാഹു സ്വീകരിച്ചതില്ലാണ്ടും ഒരു നിയമം അണ്ടത്തെ വേറെന്താക്കത്തില്ല. ഒരു ജഡ്ജി വന്ന് ചൊല്ലല്ല, അള്ളാഹ് ചൊല്ലാം. അത് കർബ കുർബാൻ ഫതുഖബ്ബില മിൻ അഹദിഹിമ, ജണ്ടാൽ ഒരാൾ അള്ളാഹ് സ്വീകരിച്ച വലം യതഖബ്ബൽ മിൻ ആഖർ, പിന്നെ ഒരാൾ സ്വീകരിച്ചില്ല. അതിനെ പൊരുളും തഫ്സീലാത്തിലാണ് ചൊല്ലിട്ട് എന്തിനിത്. അതിനെ അലൈഹിസ്സലാമിന്റെ വൈഫ് പെഞ്ഞായി പെരുമ്പോൾ ഇന്നത്തെ പോലത്തെ ഒരു പെറ്റ ഒരു ജുവൈരിയമാ ഹഫ്സ ചൊല്ല പെണ്ണ് ഒരു ആണത്തിയുടെ ആളില്ലേ, അങ്ങനെ ആളുണ്ട്. ജനസംഖ്യയിൽ ഉത്പാദന ഇത് ഭരണത്തിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അയിമയുടെ പ്രസവത്തിനുള്ള ടൈം ഇപ്പോഴത്തെ ഒൻപത്തിൽ വെച്ചില്ല. അത് അള്ളാഹ്ക്ക് കുൻ ഫയകൂൻ, കുൻ നീ ആവും ഫയകൂൻ. അത് അത്ര
എത്ര സെക്യൂരിറ്റി ടൈം ഏതും ആക്കും. മരി ബീവ് ഗർഭ അസാധ്യതായ ഒന്നും ചെറിയ കിടാവും പറക്കവല്ല തൊട്ടിൽ ഈ സമയം പറക്കവല്ല. അപ്പൊ അള്ളാഹ്ക്കെല്ലാം തീരും പറക്കവല്ലേ. ഈസ നബി അലൈഹിസ്സലാം ನಾನು ಹಕ್ಕಾಯ ನಬಿ ವಾತಾನೆ ಕಿತಾಬ ವಜಾಲ್ನಿ ನಬಿಯ ನಂಡವ ನಬಿ ಹಾಕಿರ ನಕ್ಕವ ಕಿತಾಬು ದಂಡ ನಂಡೊಬ್ಬ നല്ല ഒരുത്തി കാണോ ഭാരം ബി വലതിഹ ഉമ്മയോട് പിരിസുള്ള മോണോ ഖുർആൻ സൂറത്ത് മറിയം. ഈസ നബി അലൈഹിസ്സലാം. അപ്പൊ അസാധ്യത എന്നുള്ളത് അതില്ല, അള്ളാഹ്ക്കില്ല. അത് നമുക്ക് മാത്രം സാധ്യ അസാധ്യ, അള്ളാഹ്ക്കില്ല, എല്ലാം സാധ്യം. ഞങ്ങളുടെ ഇടയിൽ അള്ളാഹു അത് പരിചയപ്പെടുത്തില്ല. ഇത് സാധ്യത ഉള്ളത് സാധ്യത്തില്ലെന്ന് ആരാക്കാം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രസവിക്കുമ്പോൾ ആണ് പെണ്ണ് പ്രസവം. ഈ ആണ് പെണ്ണ്, ഈ പെണ്ണ് എങ്ങനെ പ്രസവിക്കപ്പെട്ട പെണ്ണുകോ ആണുകും ഇങ്ങനെ ചെണ്ടാലാവും. പിന്നെ പൈസ നോക്കി മങ്ങിലാവും. ഒരു ഉമ്മല മക്ക പെങ്ങലല്ലേ കിങ്ങലല്ലേ ചൊല്ല നിയമം പിന്നെ മദീനത്തിലുണ്ടായിരുന്നു. അത് മുതൽ അതില്ല. ഉമ്മര കെട്ടിയുള്ളത് അള്ളാഹു അതിനെല്ലാം വിരോധിച്ചുകൊണ്ട് വന്ന അത് അള്ളാഹുടെ ശാസനമല്ല. സനാതന ധർമ്മത്തിൽ ഉള്ളതെല്ലാം അള്ളാഹ് ചൊല്ല. ഏതെല്ലാം ഉണ്ടു ഏതെല്ലാം ഇല്ല, അതിൽ വിട്ടു വന്നത്. ഹാബീലും ഹാബീലും രണ്ട് മക്കളെ ഇരട്ടയിട്ട് അള്ളാഹു പ്രസവിപ്പിച്ച ഒരേ ബൈറ്റിൽ രണ്ട് മക്ക, രണ്ടും ആണ്. ഈ ജണ്ട് ആണുക്ക് ഹവ്വ പേരുടെ എന്നൊരു ജണ്ട് പെണ്ണ് വേണം. അതിൽ ഏറ്റവും സുന്ദരിയായ പെണ്ണ് കാബീൽ. അവർ ചെന്ന് ലോകം ഇല്ല, അങ്ങനെ ഉണ്ടോ? എത്രയോ കാശ് കൊടുത്തു, എത്ര അവന്റെ തടി ചന്തില്ല, തടി ചന്താക്കിത്തോ ശഹൂത്ത് മേലവും ബോൾറ. അത് മനസ്സ് പ്രകൃതിയിട്ടുണ്ടു. ആ പ്രകൃതിക്ക് അള്ളാഹുടെ ദീനെ ഈ പ്രകൃതിക്ക് ഇപ്പൊ വേണ്ട പേര് ചൊല്ല. അള്ളാഹു ദീനെ ഇത് സംബന്ധം വേണു. ചന്തമുള്ള കിടാവര് ഹാബീൽ ആവശ്യപ്പെട്ട അവിടെ ചൊല്ലപ്പെട്ട ശാസ്ത്ര പ്രകാരം നിക്ക് ഈ നിയമം പോലെ നിക്കുള്ള പെണ്ണ് അത് അങ്ങനെ രണ്ട് പെൺമക്ക ഒട്ടിಗೆ പ്രസവിച്ചിന്. ഇങ്ങനെ രണ്ട് ആൺമക്ക. പക്ഷെ ഓൺ സെലക്ഷൻ ആക്കുക അത് അവനാക്ക. അവിടെ വിധി പെണ്ണ് നിൽക്കാതല്ല, തെല്ല് കർമ്മ ഉള്ള ആ പെണ്ണ് നിക്ക് നിന്റെ വൈഫ്, നീ അത് സ്വീകരിക്കുക. ഹാബീൽ ചന്തമുള്ള പെണ്ണ് അയാൾക്ക് ഹാബീൽക്ക് നിശ്ചയിക്കപ്പെട്ടു. അതിന്റെ പേരിൽ സമാജത്തിന്റെ പേരിൽ ഗുൽമാലാക്ക് വേണ്ടി ഹാബീൽ പണിയെടുത്ത മാത്രമല്ല, ഈ സമാജത്തിൽ ഇത്ര പേര് ഗുൽമാല കാരണകർത്തനായ ഓടി വെക്കുകയാണ്. കത്തി പിടിച്ചോ കട്ടോറമായിട്ട് വന്ന ഇത് പരിപ്പായിട്ട് എന്ത് ചൊല്ലെങ്കിൽ ഇണ്ടും നാലയും എനിയും ഇത്രത്തോളം ബന്ധതും അധികാരത്തിന് മേൽ ആശ, പെണ്ണിന്റെ മേൽ ആശ, ദൂരത്തെ ബന്ധം ആശ, അധികാരത്തിന് മേൽ ആശ, റിയാസത്തിന് മേൽ ആശ, സിയാസത്തിന് മേൽ ആശ, ಅಧಿಕಾರത്തിന് മേൽ ആശ. ನಾನು ಇಷ್ಟಪಡ ಪ್ರೆಸೆಂಟ್ ಆಗಿರುವ ನಾ ಇಪ್ಪತ್ತಪ್ಪುರಮ ತಪ್ಪು ಸಾಧ್ಯಿಲ್ಲ. ನಾ ಸೆಕ್ರೆಟರಿ ಬಾವ, ನಾ ಬೆಲ್ಲ ಪಳ್ಳಿ, ಬೆಲ್ಲ ದರ್ಗ, ಬೆಲ್ಲ ಕೋಡಿ ಗಂಟು, ನಾ ಬುಡೆ ಬಳ್ಳಿ ಎಂದು ಬೇರ್ತೀವಿ. ಇದು ಹುಟ್ಟು ജന്മന ഒരു അവസ്ഥ ഉണ്ടേ ചിന്തു. അത് നമുക്ക് വിട്ടില്ല. നേരി ചൊന്ന എനിക്ക് അതായത് ഒന്നാമത് ഹാഫിസ് സക്കരിയ സാബ് ചിലപ്പോൾ നോക്കി അത് 46 കണ്ടില്ല. സൂറത്ത് മായിദ അല്ലേ,